നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പട്ടികയിലെ PV എന്ന ചുരുക്കപ്പേര് തന്റേതായിരിക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കവേ വാർത്താ സമ്മേളനത്തിൽ ഒരു തവണ പിണറായി വിജയൻ ആരോപണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ നാട്ടിൽ എത്രയോ PVമാരുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തനിക്കും മകൾക്കുമെതിരെ ഉയർന്ന മാസപ്പടി ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും ഇത് സംബന്ധിച്ച ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. അത് BJP സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തതാണ്. CMRൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിയെന്ന് ഞാനോ അവരോ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ തന്നെ പിണറായി വിജയന്റെ വീട്ടിൽ ED എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയും കേസിൽ ഹൈക്കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തതോടെയാണ് ED പിണറായി വിജയന്റെ വീട്ടിലെത്തിയത്. മകൾ വീണ വിജയനിൽ തുടങ്ങുന്ന അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്കും നീളുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതോടുകൂടി അന്ന് മുഖ്യമന്ത്രി നിഷേധിച്ച ആ PV അത് പിണറായി വിജയനാണ് എന്ന് തന്നെ ഒരുപക്ഷെ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് അതിനെ തള്ളിയപ്പോഴും ആരായിരിക്കും PV എന്നുള്ള പല ചോദ്യങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തല്ല, അദ്ദേഹത്തിന് അധികാരമില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് കൃത്യം ഹൈക്കോടതി ഉത്തരവ് വന്നു. ഒരു ദിവസമില്ല 24 മണിക്കൂറിനുള്ളിൽ ED 12 ഇടങ്ങളിലായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്, കണ്ണൂരിലെ വീട്, മുഹമ്മദ് റിയാസിന്റെ വീട്, CMRലിന്റെ മറ്റുള്ള പല കമ്പനികളും അടക്കം 12 ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ ED എത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ആ PV പിണറായി വിജയനാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. തിരുവനന്തപുരത്തെയും അദ്ദേഹത്തിന്റെ മറ്റുള്ള കണ്ണൂരിലേക്ക് തന്നെ വസതിയിലാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കൃത്യമായിട്ട് കേന്ദ്രസേനകൾ ആ വീട്ടിലുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി അതിനുള്ളിലാണ് പരിശോധന നടക്കുന്നത്. പിണറായി വിജയൻ നിലവിൽ താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലാണ് പരിശോധന തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇവിടെയാണ് മകൾ വീണ വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ തന്നെ താമസിക്കുന്നത്. തിരുവനന്തപുരത്തെ വീടിന് പുറമെ CMRL ഓഫീസിലും മറ്റ് 10 ഇടങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. മരുമകനായിട്ടുള്ള ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെ വീടുകളിലും ED പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏകദേശം 10-12ഓളം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന ഒരേ സമയം ED ഉദ്യോഗസ്ഥർ എത്തി നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ബേക്കറി ജംഗ്ഷനിലെ വീടിനുള്ളിലാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും നിലവിലുള്ളത്. റിയാസിന്റെ കോട്ടൂളിയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലെന്നാണ് വിവരം. CMRL ഓഫീസിലും ശശീന്ദ്രൻ കർത്തയുടെ വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ ആരോപണ വിധേയനായ അദ്ദേഹത്തിന്റെ മകൾ വീണയും കുടുംബവും വീട്ടിലുണ്ട്. കനത്ത സുരക്ഷയിലാണ് ED ഉദ്യോഗസ്ഥർ വീടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. പുലർച്ചെയോടെയാണ് ED ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് എന്നാണ് വിവരം. CMRL ഓഫീസിലടക്കം ആകെ 12 ഇടത്താണ് ED ഒരേ സമയം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകളെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസമായിരുന്നു വന്നിരുന്നത്. മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പിണറായി വിജയനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ നാളായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു വീണ വിജയന്റെ എക്സാലോജിക് മാസപ്പടി കേസിനെ ചൊല്ലിയുള്ള ഈ മിന്നൽ പരിശോധന. പലപ്പോഴും നടന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ, അതും UDF സർക്കാർ അധികാരത്തിലേറി വെറും ആഴ്ചകൾ പിന്നിടുമ്പോൾ നടക്കുന്ന ഈ പരിശോധന രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേസിൽ CMRL നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതോടെയാണ് EDക്ക് മുന്നിൽ കവാടങ്ങൾ തുറക്കപ്പെട്ടത്. കോടതി വിധി വന്ന മണിക്കൂറുകൾക്കകം തന്നെ ED തങ്ങളുടെ അടുത്ത നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസമില്ല മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോൾ ED ഈ പറയുന്ന പിണറായി വിജയൻ അടക്കം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വീടുകളിലും പല ഓഫീസുകളിലും എത്തിയിരിക്കുന്നത്. CMRL കമ്പനിയിൽ നിന്ന് സേവനം നൽകാതെ മാസപ്പടിയായി ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് വീണ വിജയനും എക്സാലോജിക്കിനുമെതിരെ അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുക്കാനാണ് ED സംഘം എത്തിയിരിക്കുന്നത്
നടക്കുന്നത് എന്നാണ് വിവരം. ED അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെയും ഉദ്യോഗസ്ഥരുടെയും ആവശ്യം ഹൈക്കോടതി പൂർണ്ണമായും കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ED അന്വേഷണത്തിന് നിലവിലുണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങിയ സാഹചര്യത്തിലായിരുന്നു വരും ദിവസങ്ങളിൽ CMRL ഉദ്യോഗസ്ഥർക്കും വീണ വിജയനും കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടി വരുമെന്നും ഉറപ്പായിരുന്നു. രാഷ്ട്രീയ വ്യവസായ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കള്ളപ്പണ ജാതകം തേടിയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഈ വിധി. കൈക്കൂലി, നികുതി വെട്ടിപ്പ്, കള്ളപ്പണ വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച CMRL കമ്പനിക്കെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെ കരിമണൽ കമ്പനി വൻ തുകകൾ നിയമവിരുദ്ധമായി നൽകിയെന്നാണ് പ്രധാന കണ്ടെത്തൽ. യാതൊരുവിധ സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ കൈപ്പറ്റിയെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ മുൻ കണ്ടെത്തലുകളാണ് ED അന്വേഷണത്തിന്റെ അടിത്തറ. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിലും കേസുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കേസിൽ സ്റ്റേയുണ്ട്. ഇത് വീണ വിജയന് ആശ്വാസമാണ്. നേരത്തെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട നിരവധി ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും സാങ്കേതിക കാരണങ്ങളാൽ തള്ളിയിരുന്നു. എന്നാൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനേക്കാൾ ഈ കോടികളുടെ കൈമാറ്റത്തിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ലംഘനമുണ്ടെന്ന വിലയിരുത്തലിലാണ് ED കേസുമായി മുന്നോട്ട് പോയത്. EDക്ക് പുറമെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഈ കേസിൽ സമാന്തരമായി ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം തങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഘട്ടത്തിലാണ് CMRL കമ്പനിയും അതിന്റെ 4 മുൻനിര ഉദ്യോഗസ്ഥരും ED നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ED സമൻസുകൾ അയക്കുന്നത് തടയാനും കേസ് നടപടികൾ മരവിപ്പിക്കാനുമായിരുന്നു കമ്പനിയുടെ നീക്കം. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ കേസിൽ കള്ളപ്പണ ഇടപാടുകളുടെ ലക്ഷണങ്ങളുണ്ടെന്നും അന്വേഷണ ഏജൻസിയുടെ സ്വാഭാവിക നടപടികളിൽ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ഹർജികൾ തള്ളിയത്. ഈ കോടതി ഉത്തരവോടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ കമ്പനി ഉയർത്തിയ നിയമപരമായ പ്രതിരോധങ്ങളെല്ലാം തകർന്നടിഞ്ഞു. മുമ്പ് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറഞ്ഞ് പ്രതിരോധിച്ചിരുന്ന കേസിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന കോടതി നിലപാടും ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാണ് CPM. ഭരണമാറ്റത്തിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള ED നീക്കങ്ങൾക്ക് നിയമപരമായ സാധുത ലഭിക്കുന്നത് ഇടത് സൈബർ കേന്ദ്രങ്ങളുടെ മുൻ വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ്. CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുന്നതോടെ കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിലേക്ക് പണം പോയതിന്റെ ഡിജിറ്റൽ തെളിവുകളും കരാറുകളുടെ വ്യാജ സ്വഭാവവും EDക്ക് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളുടെ സ്രോതസ് വ്യക്തമാക്കാൻ കമ്പനി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. വീണ വിജയന് പുറമെ CMRL നിന്ന് പണം കൈപ്പറ്റിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും വരും ദിവസങ്ങളിൽ ED അന്വേഷണം വ്യാപിപ്പിച്ചേക്കാം. അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഈ മാസപ്പടി വിവാദത്തിലൂടെ പുറത്തു വന്നതെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു.